ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി വീഡിയോ ആണ്. ഞാനൊരു ഈവനിങ് വീഡിയോ പോലെ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈവനിങ് വീഡിയോ അല്ല, കാരണം ഇപ്പോൾ സമയം ഒരു 2 മണിയായിട്ടില്ല, അതായത് ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകണം. കുറേ ആയി പോയിട്ട്, അതായത് 3-4 മാസമൊക്കെ ആയി പോയിട്ട്. ഞാൻ സാധാരണ എൻ്റെ വീട്ടിൽ വരുന്ന ടൈമിൽ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വല്യമ്മ ഉണ്ട് കേട്ടോ, അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യയുണ്ട്. ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോകാറുണ്ട്, ഞാൻ അവിടെ പോകാറുണ്ട്. പിന്നെ ഇങ്ങനെ എപ്പോൾ വന്നാലും ഞാൻ അവിടെ പോകാറുണ്ട്. പക്ഷേ ഇപ്പം ഒരു രണ്ട് തവണ ഞാൻ വന്നിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പരാതി പറയും, ഞാൻ പോകാഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പരാതി തീർത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോകണം എന്ന് എനിക്കുണ്ട്, കാരണം കുറേ നമ്മളെപ്പോഴും പോകുന്നതാണല്ലോ. അപ്പോൾ ആദ്യം ഇങ്ങനെ എപ്പോഴും അവിടെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ നമ്മൾ ബിസിയായി പിന്നെ അങ്ങനെ പോകാൻ സമയം കിട്ടില്ലല്ലോ. അങ്ങനെ പോയിട്ട് കുറേ ആയി. അപ്പോൾ ഇത്തവണ വന്നാൽ എന്തായാലും അവിടെ പോകണമെന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു, കാരണം 2 വട്ടം വന്നിട്ട് പോയിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ഈവനിങ് വീഡിയോ പോലെ എടുക്കാം, വൈകുന്നേരം അവിടെ പോകാമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 2 മണിയായിട്ടില്ല, ഉച്ച സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം നമ്മൾ പോയാൽ നമുക്ക് അവിടെ ഇരിക്കാനും നിൽക്കാനും എല്ലാത്തിനും ഒന്നുമില്ല ടൈം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയത്ത് പോയാൽ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ അവിടെ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ അടുത്തല്ല കേട്ടോ, കുറച്ച് നടന്നിട്ടൊക്കെ പോകാനുണ്ട്. എന്തായാലും നമുക്ക് അവിടെ പോകുന്ന വീഡിയോയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് നമുക്ക് പിന്നെ കാണുമ്പോൾ ഒരു മെമ്മറിയും കൂടിയാണല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും പിന്നെ കഴിഞ്ഞാലൊരു മെമ്മറിയാണല്ലോ. അങ്ങനെ എടുത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നടന്നിട്ട് പോകാനായിട്ട് കുറച്ചധികം നടക്കാനുണ്ട്. ഉച്ച സമയം കൂടിയാണ്, മിലും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനോട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ നടന്നിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, കാരണം കുറേ ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മിലുവിന് ആദ്യം തന്നെ ഓനിങ്ങനെ ഉഷാറിൽ നടക്കുന്നൊക്കെ ഉണ്ട്, കാരണം പോകാൻ തുടങ്ങിയ ടൈമിൽ ഓന് ഭയങ്കര സന്തോഷമായിരിക്കും. അത് എവിടെ പോകാൻ ഇറങ്ങിയാൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം നടക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം എന്തായാലും നടക്കട്ടെ എന്ന് വിചാരിച്ചു, കാരണം അവിടെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ കുടയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞ് വെയിലാവുകയും ചെയ്തു. പിന്നെ ഒരു മടിയായി നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഒക്കത്തൊക്കെ ഇരുത്തി അങ്ങനെ നടന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പം തണലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓനെ നിലത്ത് വെക്കാൻ തോന്നും. വലിയ കാര്യത്തിൽ പോക്കറ്റിൽ കൈയിട്ട് അതിൽ എൻ്റെ അടുത്തൊരു ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഫോൺ നമ്മൾ ടോയ് ഫോണില്ല, അപ്പോൾ ആ ഒരു ഫോൺ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു തണൽ കണ്ടപ്പോൾ കുറച്ച് സമയം നടത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് നിലത്ത് വെച്ചതായിരുന്നു. പിന്നെ കുറച്ച് ദൂരം ഓടി തന്നെ ഇങ്ങനെ വീണു കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വേഗം എണീപ്പിച്ചിട്ട് ഒന്ന് സമാധാനിപ്പിക്കുക ചെയ്തു. പിന്നെ ആ ഒരു വീണൊരു വാശിയും കൂടി ആയപ്പം മൂപ്പർക്ക് ഞാൻ എടുക്കേണ്ട സ്ഥിതിയായി. അങ്ങനെ ഞാൻ വീണ്ടും എടുത്തിട്ട് തന്നെ നടന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോണി കണ്ടോ. അപ്പോൾ ആ ഒരു കോണി കയറിയിട്ടാണ് വീട്ടിലേക്ക് പോകുക. അപ്പോൾ ഞാൻ മീനുവിനെ വേഗം പൊക്കത്ത് അവിടെ വെച്ചിട്ട് ഞാൻ നടന്നങ്ങ് കയറിയിട്ടും. അപ്പോൾ ഈ ഒരു ഇടയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര നൊസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്, ഇതാണ് എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ വലിയച്ഛൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വല്യമ്മയാണുള്ളത്. അപ്പം ഇതാണ് കേട്ടോ വല്യമ്മക്ക് നല്ല ഏജൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ തീരെ ആവശ്യമായിട്ട് കിടക്കാൻ കേട്ടോ. ഇപ്പോൾ അങ്ങനെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാത്റൂം പോവുക, ഫുഡ് കഴിക്കുക, അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, കാരണം അത്ര ഏജ് ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ ആവശ്യമായിട്ടുണ്ട്. അപ്പം കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു 2-3 മാസമായിട്ട് ഞാൻ ഇവിടത്തേക്ക് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഈ ഒരു വീട്ടിൽ എനിക്ക് ഒത്തിരി ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കുട്ടിക്കാലത്തുള്ള കുറേ ഓർമ്മകളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഇതെൻ്റെ അച്ഛൻ്റെ ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛൻ എന്നായിരുന്നു വിളിക്കാറ്. അച്ഛൻ്റെ ഏട്ടൻ അച്ഛനായിരുന്നു വിളിക്കാറ്. എനിക്ക് ഭയങ്കര ഒരു ബന്ധമുള്ളൊരു ആളായിരുന്നു. അപ്പോൾ ഇപ്പോൾ മരിച്ചിട്ട് വർഷങ്ങളായി, ഒരു 5-8 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പോയിട്ടോ. അപ്പോൾ മിലു ആണെങ്കിൽ അവിടെ എത്തിയപ്പം ഭയങ്കര ഷോക്കായി, കാരണം മേമി ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോട് കൂടി വന്നതായിരുന്നു. അപ്പോൾ അവന് അവിടെ കളിക്കാൻ ആരുമില്ല. അപ്പോൾ ഏട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ വല്യമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ ചെറിയ രീതിയിൽ ഷീക്കായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കായിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അവർ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരിങ്ങനെ വല്യമ്മക്കും കൊടുത്തു. അപ്പം ഇത് എൻ്റെ ഏട്ടനാണ്, അച്ഛൻ്റെ ഏട്ടനമ്മനാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയവിറക്കി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നമ്മൾ കുറേ മാസത്തിന് ശേഷം ശേഷമൊക്കെ കാണുന്നതില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സമയം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നല്ലോ. നമുക്ക് അമ്പലത്തിൽ പരിപാടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പോവുകയൊക്കെ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സമയം
സമയം ഇങ്ങനെ അവിടുന്ന് അവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു ഫീൽ. അപ്പോൾ ഈ ഒരു പുറംഭാഗങ്ങളൊക്കെ കാണുന്ന ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റടിക്കുകയാണ്. കാരണം ഞാൻ ജനിച്ച് വളർന്നൊരു വീട് എന്ന് പറയില്ലേ, ഞാൻ ഇവിടെ തന്നെയായിരുന്നു വളർന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഒത്തിരി ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ വീട് ഇങ്ങനെ ആയിരുന്നില്ല, അവരിങ്ങനെ കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ സമയം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വെയിലായതുകൊണ്ടും പിന്നെ കുഞ്ഞിനെ എടുത്തിട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ എന്നെ ഇറക്കിത്തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ നല്ല രീതിയിൽ നടന്നിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വല്യമ്മേനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ ഒത്തിരി ദിവസത്തിന് ശേഷം വന്നതുകൊണ്ടും പിന്നെ നമുക്ക് അല്ലെങ്കിലും എനിക്ക് അവിടെ പോകുന്ന ടൈമിൽ ഭയങ്കര നൊസ്റ്റമാണ്. കാരണം നമുക്കിങ്ങനെ ഒത്തിരി ചെറുപ്പത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരുമല്ലോ. അങ്ങനെ കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ അഴവിറക്കി. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിലും എന്തൊക്കെയോ ഒരു സങ്കടം, ഈ ഒരു വീടും അവരൊക്കെ കാണുന്ന ടൈമിൽ ഭയങ്കരമായിട്ടൊരു സങ്കടം, എന്തോ ഒരു ടച്ച് പോലെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചെത്തിയിട്ട് അപ്പോൾ ഞാൻ അവിടെ റോഡിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നിങ്ങോട്ട് പോന്നു. അപ്പോൾ മിലു ഇവിടെ എത്തിയപ്പോൾ മിലു ഓണായിട്ടോ. അപ്പോൾ ആ ഒരു മുഖമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ മാറി. അപ്പോൾ പിന്നെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ, സീ യു.